ഞാൻ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ടേ ഇല്ല അവിടെ. ഞാൻ പറഞ്ഞത് എന്താണ് അതായത് നിങ്ങൾ എന്നെ പരിഹസിക്കുന്ന യോഗ്യത അദ്ദേഹത്തിനുണ്ടോ, ഇനി അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത എനിക്കുമുണ്ട്, അത് പറയുകയും അതിൻ്റെ ഈ ചോദ്യം കട്ടായി. ബിഗ് ബോസിൽ പോയ അഖിൽമാരാരുടെ യോഗ്യത എന്താണ് എന്ന ചോദ്യം കട്ടായിട്ട് രമേഷ് പിഷാരടിയുടെ കാര്യം ഞാൻ സംസാരിച്ച് തുടങ്ങിയതായി വൈറലായ കണ്ടന്റുകൾ. സ്വാഭാവികമായിട്ടും ആരോ വിചാരിച്ചു എവിടെയോ മത്സരിക്കാൻ പോയ രമേഷ് പിഷാരടിയെ ഞാൻ ആക്ഷേപിക്കാൻ പോയെന്ന്. അപ്പോൾ ഇത് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പൂർണ്ണാർത്ഥത്തിൽ കേൾക്കാതെ അദ്ദേഹം അതിനെ കുറച്ച് സർക്കാസ്റ്റിക്കലിയും പുച്ഛത്തോടു കൂടിയിട്ടും അദ്ദേഹം ഒരു മറുപടി പറയും. വേണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ നമ്പറുണ്ടോ അല്ലെങ്കിൽ എന്താ അഖിലെ എന്നോട് വല്ല പ്രശ്നമുണ്ടോ എന്ന് എന്നോട് പേഴ്സണലി ചോദിക്കാം. അല്ലാതെ ഇപ്പോൾ എനിക്കെന്താ അത് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പേരൊക്കെ വന്ന സമയത്ത് ഞാൻ ആൻഡോ ജോസഫിനോടൊക്കെ ഞാൻ ചോദിച്ചതാ പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ടോ? രമേഷിന് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ല, പാർട്ടി മത്സരിക്കത്തില്ല എന്നൊക്കെ പറയുകയും ഞാൻ വിചാരിച്ചൊക്കെ പുള്ളി മത്സരരംഗത്തുണ്ടാവത്തില്ല, അപ്പോൾ പിന്നീട് കുറച്ച് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചതാണ്. പിന്നീട് ഇത് അല്ല അതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം ഉണ്ടോ? ഈ ഉറച്ച സീറ്റ് കിട്ടിയാൽ മാത്രമേ മത്സരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തൃപ്പൂണിത്തറ, പാലക്കാട്, വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ?